നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ശ്രീലപിള്ള. ഈ 45 വർഷമായിട്ട് CPM-ൻ്റെ കയ്യിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. പക്ഷേ നഗരം അതിനനുസരിച്ച് വികസിച്ചതുമില്ല, വളർന്നതുമില്ല. പിന്നെ 1-2 ഫ്ലൈ ഓവറൊക്കെ വന്നിരിക്കുന്നത് കേന്ദ്ര ഫണ്ടും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ സ്മാർട്ട് സിറ്റിയുടെ ഒക്കെ വിഹിതമായിട്ടാണ് വന്നിരിക്കുന്നത്. അല്ലാതെ തിരുവനന്തപുരം നഗരത്തിലെ ഈ മാലിന്യ കൂമ്പാരങ്ങളടക്കം ഇപ്പോഴും പഴയ അവസ്ഥ തന്നെയാണ്. കഴിഞ്ഞ ഡിസംബർ വരെ ഈ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് BJP ഭരണം പിടിച്ചെടുത്തത്. ഭരണം പിടിച്ചെടുത്തൊരു 6 മാസമാകുന്നു അല്ലേ? BJP ഭരണം തുടങ്ങിയിട്ട് 6 മാസമാകുന്നു. ഏത് സർക്കാർ വന്നാലും അല്ലെങ്കിൽ ഏതൊരു ഭരണസമിതി വന്നാലും അവർക്കൊരു തുടക്കത്തിൻ്റെ ഒരു സമയം, ഒരു ഗ്രൂമിങ് ടൈം നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് ആ ടൈമിൽ തന്നെ ഇവരെ വീണ്ടും താഴെ ഇറക്കാനായിട്ട് LDF-ഉം UDF-ഉം ഒരുമിച്ച് നിൽക്കുന്നു എന്നിടത്താണ്. കാരണം പരസ്പര നിയമസഭയിൽ സംസ്ഥാനത്ത് പരസ്പര വൈരികളാണ്. ഇപ്പോഴാണ് BJP കൂടെ പ്രതിപക്ഷത്തേക്ക് വന്നത്. ഇവർ രണ്ട് കക്ഷികളും ചേർന്നിട്ട് എങ്ങനെയെങ്കിലും VV രാജേഷിനെ, ആ ഭരണസമിതിയെ, മേയർ പദവിയിൽ നിന്ന് ഇറക്കുക, ഡെപ്യൂട്ടി മേയർ ഇറക്കുക, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ ഇറക്കുക, പറ്റുമെങ്കിൽ ഒന്നും കൂടി നഗരസഭയ്ക്കകത്ത് ഇലക്ഷൻ നടത്തി നഗരസഭയ്ക്കകത്താണ് ഈ മേയർ പദവികളിലേക്ക്, ഔദ്യോഗിക പദവികളിലേക്ക് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ശരിക്കും എന്തുവാണ് ഇത്ര അസഹിഷ്ണുതയ്ക്ക് കാരണം? ഇവർ യഥാർത്ഥത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ തിരുവനന്തപുരം നഗരസഭ, അതായത് തിരുവനന്തപുരത്ത് എന്ന് BJP അധികാരത്തിൽ വന്നോ അന്ന് മുതൽ തിരുവനന്തപുരം കോർപ്പറേഷൻ സംബന്ധിച്ച് അധികാരത്തിൽ വന്ന ആ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടന്ന ആറ്റുകാൽ പൊങ്കാല മുതൽ ഇതുവരെ എല്ലാ വിഷയത്തിലും VV രാജേഷ് ചെയ്യുന്ന എല്ലാത്തിൻ്റെയും വിവാദമാക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾ, അത് LDF ആയാലും UDF ആയാലും ഇത് വിവാദമുണ്ടാക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരത്തെ ജനങ്ങൾക്കിടയിൽ, കേരളമൊട്ടാകെയുള്ള ജനങ്ങൾക്കിടയിൽ VV രാജേഷ് എന്ന് പറയുന്ന മേയർ അറിയപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും എല്ലാ ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ BJP-യെയും അതുപോലെ തന്നെ ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുമുള്ള ആ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കഴിഞ്ഞ 60 വർഷമായി ഭരണം നടത്തുകയാണ്, 45 വർഷത്തിലേറെയായി ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ ഭരണം നടത്തുകയാണ് ഈ CPM. ഇപ്പോൾ CPM-ന് പറ്റിയിരിക്കുന്ന ഒരു വലിയ തിരിച്ചടി, ഒരു പ്രോഗ്രാം തിരുവനന്തപുരത്ത് വന്നാൽ ആ പ്രോഗ്രാമിൽ ഒരാളെ, നഗരസഭയിലാണെങ്കിലും മറ്റുള്ള സ്ഥലത്താണെങ്കിലും CPM-ൻ്റെ ഔദ്യോഗികമായ ഒരാളെ ഇരുത്താൻ കഴിയില്ല. കാരണം MLA ഇല്ല, അപ്പോൾ ഉള്ളത് രാജ്യസഭാ MP ആണ്. അല്ലാതെ ഒരാളെ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ചെയർമാനില്ല, ഏതെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളില്ല. അപ്പോൾ സത്യത്തിൽ CPM-ന് സർക്കാരില്ല. CPM-ന് വലിയ തിരിച്ചടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവിട്ടു പോയതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്, തിരുവനന്തപുരം കോർപ്പറേഷൻ VV രാജേഷ് വന്ന ശേഷം കോർപ്പറേഷനിൽ നടന്നിരുന്ന അഴിമതികൾ എണ്ണമിട്ട് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള കെട്ടിട നിർമ്മാണങ്ങളിലെ അപാകതകൾ, ചില സ്ഥലങ്ങൾ അത് റെന്റിന് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കീഴിലുള്ള പുത്തരിക്കണ്ട മൈതാനം, ആ മൈതാനത്തെ സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നു തുടങ്ങിയതാണ്, നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തും ഉണ്ടായിട്ടുള്ള അഴിമതികൾ എണ്ണമിട്ട് പുറത്തു വന്നിരിക്കുന്നു. അതുപോലെ പല ഓഫീസുകളും, ഈ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള, കോർപ്പറേഷൻ്റെ കീഴിലുള്ള പല ഓഫീസുകളും ഈ CPM-കാർ ഈ മുറുക്കാനും ബീഡിയും ഒക്കെ വലിച്ച് കള്ളും കഞ്ചാവും ഒക്കെ കുടിച്ച് ചില ബിൽഡിങ്ങുകൾ കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നു, പാർട്ടി ഓഫീസ് എന്ന രീതിയിൽ. അപ്പോൾ കടകംപള്ളിയിലൊക്കെ പാർട്ടി ഓഫീസ്, ജയരാജീവ് എന്ന് പറയുന്ന ഒരു കൗൺസിലറിൻ്റെ ആർജവം നമ്മളവിടെ കണ്ടതാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ തിരുവനന്തപുരം നഗരത്തെ ഒന്നാകെ മാറ്റിക്കൊണ്ട് കേരളത്തിന് മാതൃകയാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായി VV രാജേഷ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു 6 മാസം മാത്രം പ്രായമായ, ഒരു 6 മാസമായെന്ന് തോന്നുന്നു, 6 മാസം മാത്രം പ്രായമായ ഒരു കൗൺസിൽ, ആ കൗൺസിൽ ഇത്രത്തോളം ജനപിന്തുണ ആർജിക്കുന്ന രീതിയിലേക്ക് പോയാൽ ഒരു 5 വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടി രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതാണ്. ഇപ്പം നമ്മൾ അത് വില കുറച്ച് കാണരുത്. CPM-ൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങളും നീക്കങ്ങളും നമ്മൾ വില കുറച്ച് കാണരുത് എല്ലാ മേഖലയിലും. അതുകൊണ്ടാണ് ഇത്രയും കാലം അവർക്ക് ഭരിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഏത് മേഖലയിലാണ് CPM-ൻ്റെ സാന്നിധ്യവും അവരുടെ അപ്രമാദിത്വവും ഇല്ലാത്തത്? ഇപ്പോൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വരുന്ന വാർത്തകൾ, ആ വാർത്തകളിലും ഒരു പക്ഷത്ത് ഈ ഇടതുപക്ഷ ബുദ്ധിജീവികളെന്ന് പറയുന്ന ആൾക്കാരും അതോടൊപ്പം തന്നെ വിഘടനവാദികളും ജിഹാദികളുമായിട്ടുള്ള വാക്ക് അവർ തന്നെ ഉപയോഗിച്ചാണ് സിനിമയിലുള്ളവർ തന്നെ, ജിഹാദികളായിട്ടുള്ളവരോടും ഒപ്പം ഇടതുപക്ഷക്കാർ പുരോഗമനം പറഞ്ഞുകൊണ്ട് ചേർന്ന് നിൽക്കുന്ന കാഴ്ച. അതായത് അവർക്കൊക്കെ എവിടെ, സിനിമാ രംഗത്താണെങ്കിലും പത്രപ്രവർത്തന രംഗത്താണെങ്കിലും അതിന് നേരിട്ട് ഇരയാണ് ഞാൻ. അതിൽ ഏറ്റവും വലിയ ഒരു ഇരയായി മാറപ്പെട്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഇര എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പക്ഷേ ഇര എന്നതിനപ്പുറത്തേക്ക്
എനിക്കിതൊന്നും ഒരു വിഷയമല്ല. ഞാൻ അതിജീവത എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്കിതൊന്നും പത്രപ്രവർത്തക യൂണിയൻ എന്നോട് എന്തെങ്കിലും ചെയ്താൽ എനിക്ക് ഒരു കുന്തവും ഇല്ല. പത്രപ്രവർത്തക യൂണിയനെ ഞാൻ വില വെക്കുക പോലും ചെയ്യില്ല. അങ്ങനത്തെ രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഘട്ടത്തിലാണ്. ഞാനിപ്പോൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലക്ഷ്മിപ്രിയ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു, ബഹളം ഉണ്ടാക്കുന്നു, പുറത്തു വരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴെങ്കിലും ആവശ്യമുള്ളപ്പോൾ മാത്രമേ വിഷയങ്ങൾ സംസാരിക്കാറുള്ളൂ എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ നിരന്തരം ചില വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ജനങ്ങൾക്ക് നമുക്കെന്തോ പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ള തോന്നലുണ്ടാകും. ഒരു വിഷയം വരുമ്പോഴാണ് നിങ്ങൾക്ക് പറയാനുള്ള റൈറ്റ് ഇല്ല എന്നവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മാർഗം. അപ്പോൾ അതുകൊണ്ട് സിനിമാ രംഗത്ത്, മാധ്യമരംഗത്ത്, സാംസ്കാരിക രംഗത്ത്, അതുപോലെ തന്നെ ഭരണരംഗത്ത് എല്ലായിടത്തും CPM-ൻ്റെ അധ്യാപക രംഗത്ത്, എല്ലാ സ്ഥലത്തും അക്കാഡമിക് രംഗത്ത്, എല്ലാ സ്ഥലത്തും CPM-ൻ്റെ അപ്രമാദിത്യം കഴിഞ്ഞ കുറച്ച് നാളുകളായുണ്ട്. ആ അപ്രമാദിത്വത്തിന് ഉണ്ടാകുന്ന വിള്ളൽ അവർക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. അവിടെ ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയുന്ന ഇപ്പോൾ നോക്കുകയാണെങ്കിൽ SFIയുടെ അവസ്ഥ നമുക്കറിയാം. സമരം ചെയ്യാൻ DYFIക്ക് ആളില്ലാത്ത അവസ്ഥയുണ്ട് കേരളത്തിൽ. ഏതെങ്കിലും CPM-ൻ്റെ സംഘടനാ സംവിധാനം, CPM-ൻ്റെ ബേസ് തന്നെ തകർന്നിരിക്കുന്നു. കേരളത്തിൽ ഇനി നടക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ തന്നെയാണെന്ന് യാതൊരു സംശയലേശം ഇനി നമുക്ക് പറയാൻ കഴിയും. കാരണം നമുക്കറിയാമല്ലോ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലുമൊക്കെ എന്താണ് സംഭവിച്ചത്. ത്രിപുരയിലും പശ്ചിമ ബംഗാളിലുമൊക്കെ ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ BJPയുടെ പ്രവർത്തകരെന്ന് പറഞ്ഞു നടക്കുന്നവർ ചില അക്രമങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഇവരുടെ ബേസ് എന്താണ്? ഇവരുടെ ബേസ് പഴയ കമ്മ്യൂണിസവും മമതാ ബാനർജിയുടെ കോൺഗ്രസും ഒക്കെയാണ് കുപ്പിയിലാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അത് തന്നെയാണ് ഇതെന്ന് വിചാരിച്ചാണ് ആദ്യം അക്രമത്തിന് മുതിരുന്നത്. പക്ഷെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കൺട്രോൾഡായി മാറുന്നുണ്ട്. വേറൊരു രാഷ്ട്രീയ സംസ്കാരത്തിലേക്ക് മാറേണ്ട ആവശ്യമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇവരെപ്പോഴും ഈ RSS ഇവിടെ ഉണ്ടായാൽ അല്ലെങ്കിൽ BJP ഇവിടെ ഉണ്ടായാൽ വലിയ കുറ്റമാണ്, കുഴപ്പമാണെന്ന് പറയുമല്ലോ. 22 സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിലെ ഈ കേരളം ഒഴികെയുള്ള നമ്മൾ നോക്കിയാൽ 22 സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ട് BJPക്ക്. അവിടെ എവിടെയെങ്കിലും രാഷ്ട്രീയ കൊലപാതകങ്ങളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകളോ നടക്കുന്നുണ്ടോ? എവിടെയും നടക്കുന്നില്ല. അപ്പോൾ BJP അല്ല പ്രശ്നക്കാരൻ. CPM ഉള്ള ഒരു സ്ഥലത്തും CPM ഇല്ല. CPM പേരിന് പോലും ഇല്ല. റെയിൽവേ ട്രാക്ക് കൊടി ആയിട്ട് മാത്രമേ ഇനി ചുവന്ന കൊടി കാണാൻ കഴിയുള്ളൂ. ഇപ്പം നമുക്കറിയാം ഡൽഹിയിൽ വന്ന് ഗോൾ മാർക്കറ്റിലാണ് ഇവരുടെ ഓഫീസ്. ഗൂഗിളിൽ പോലും സെർച്ച് ചെയ്താൽ കിട്ടില്ല. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ, അറിയാൻ വേണ്ടി, ഇത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഗൂഗിളിൽ പോലും അവരുടെ ഓഫീസ് എവിടെയാണെന്ന് അറിയുക പോലും ഇല്ല. അപ്പോൾ അവിടേക്ക് ആൾ വരുന്നില്ല. ആകെ ഇവിടെ നിന്ന് പോകുന്ന ഒരു 5 പേര് അവിടെ ഇറങ്ങുന്നു, കമ്മിറ്റി നടത്തുന്നു, തിരിച്ചു പോരുന്നു എന്നതിനപ്പുറത്തേക്ക് CPM-ന് രാഷ്ട്രീയത്തിലൊന്നും ചെയ്യാനില്ല. അവർക്ക് പ്രസക്തി നഷ്ടപ്പെട്ടു. ഇനി ആകെയുള്ള കേരളത്തിൽ കുറച്ചു കാലം പിടിച്ചു നിൽക്കാനും ഈ ചെയ്ത അഴിമതികളെയും അക്രമങ്ങളെയും ഒക്കെ മറക്കാനും അതിനെ പ്രതിരോധിക്കാനും വേണ്ടി ചില പ്രതിരോധങ്ങൾ തീർക്കുക എന്നതിനപ്പുറത്തേക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ഇവർ ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ഭരണത്തിലേക്ക് വന്നു, ഒരു വർഷമെങ്കിലും ഭരിക്കാൻ അനുവദിക്കാതെ വന്ന ഉടനെ തന്നെ, അതായത് 45 വർഷം അവർ ഭരിച്ച കോർപ്പറേഷനിൽ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന നൂലാമാലകളും കുരുക്കുകളും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും അഴിക്കാനുള്ള അവസരം പോലും നൽകാതെ, ഒരു വർഷമെങ്കിലും നൽകാതെ വളരെ പെട്ടെന്ന് തന്നെ, അതായത് വന്ന ഒരു 2 ആഴ്ചക്കകത്ത് നടന്ന ആറ്റുകാൽ പൊങ്കാല മുതൽ ഇങ്ങോട്ട് അഴിമതി ആരോപണം, വേസ്റ്റ് കൊണ്ട് എവിടെയെങ്കിലും ഇട്ടിട്ട് അതിൻ്റെ പടം എടുക്കുക, തിരുവനന്തപുരം നഗരം ചീഞ്ഞു നാറുന്നു എന്ന് പറയുക. തിരുവനന്തപുരം നഗരം ചീഞ്ഞു നാറുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാന കാരണമായത് എന്തുകൊണ്ടാണ്? ഇത്രയും കാലം വേസ്റ്റ് മാനേജ്മെന്റ് ഫലപ്രദമായി നടന്നില്ല എന്നുള്ളതാണ്. ഏതായാലും BJPയുടെ ഒരു ഭരണം വന്നാൽ, അല്ലെങ്കിൽ ഇപ്പോൾ VV രാജേഷ് സ്ഥിരം വേസ്റ്റ് ഇടാനുള്ള സംവിധാനമുണ്ട്, വേസ്റ്റ് ഇടുന്ന സംവിധാനങ്ങൾ കാര്യക്ഷമമാണ്, അല്ലെങ്കിൽ അതിന് ആരെങ്കിലും അത്തരത്തിൽ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്തത് വേറെ ഏതെങ്കിലും തരത്തിൽ നിർമ്മാർജ്ജനം ചെയ്യാൻ ശ്രമിച്ചാൽ അതിനെതിരെ നിയമം കൃത്യമായി പാലിക്കപ്പെടുന്ന ഒരു നഗരസഭ ആയിരുന്നുവെങ്കിൽ, ഒരു കോർപ്പറേഷൻ ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും VV രാജേഷിന് ചെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് അവിടെ വേസ്റ്റ് ഇടരുത്, ഞാൻ പറയുന്നതനുസരിച്ച് വേസ്റ്റ് ഇടാവും. VV രാജേഷിന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്നും ഫലപ്രദമായി ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, കെട്ടിടങ്ങളുടെ ബലക്കുറവ് നമ്മൾ കണ്ടതാണ്. കോവളത്ത് കഴിഞ്ഞ ദിവസം പോയി അവർക്കുണ്ടാക്കിയിരിക്കുന്ന ഫ്ളാറ്റുകളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ പുറത്തു വന്നതാണ്. അതുപോലെ അനധികൃത കയ്യേറ്റങ്ങൾ, പാളയം മാർക്കറ്റിലെ അനധികൃത കയ്യേറ്റം ഒക്കെ പൊഴിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ തിരുവനന്തപുരം നഗരം മറ്റ് ഏത് സ്ഥലത്തേക്കാളും കൂടുതൽ ജനപ്രതിനിധികളുടെ ആ കൃത്യമായ ഇടപെടൽ കൊണ്ട്, BJPയുടെ ജനപ്രതിനിധികളുടെ ഇടപെടൽ കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. ആ ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നത് കൊണ്ടാണ് സത്യത്തിൽ VV രാജേഷിനെ ഇവർ എതിർക്കാൻ ശ്രമിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇവർക്ക് മരുന്നിന് പോലും എവിടെയെങ്കിലും ഒന്ന് കയറിയിരിക്കാനോ ഏതെങ്കിലും ഫംഗ്ഷനുകളിൽ പോകാനോ ഒന്നും പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം FKയുടെ ആണെന്ന് തോന്നുന്നു ഒരു മീറ്റിങ്ങിൽ ഞാൻ കണ്ടു VV രാജേഷ് പോകുന്നു. സിനിമയിൽ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സിനിമയുമായി ബന്ധപ്പെട്ട്. അവിടെ ശ്വേതാ മേനോൻ പണം വാങ്ങിയിട്ട് BJPക്ക് സ്ഥാനാർത്ഥികളെ കൊടുത്തു എന്നൊക്കെയാണ് കമലടക്കമുള്ള പോക്സോ കേസിൽ പ്രതിയായ കമലടക്കമുള്ളവർ പറയുന്നത്.
അപ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ടും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവരുടെ അജണ്ട കൃത്യമായി എല്ലാ മേഖലകളിലുമുണ്ട്. അത്തരം അജണ്ടകളുടെ ഭാഗം തന്നെയാണ് കോർപ്പറേഷനെയും മേയറെയും ഒക്കെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം. ഇവിടെ നോക്കൂ, ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് നോക്കാം. ഈ ശ്രമത്തിൽ ഇടതും വലതും ഒറ്റ മുന്നണിയായി, ഇന്ത്യ മുന്നണിയായി തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, ആദ്യം കാപ്പ ചുമത്താൻ വേണ്ടി ശുപാർശ ചെയ്യപ്പെടുന്നു സുഗതന്റെ നമ്പർ ഓഫ് കേസസ് നോക്കിയാൽ സുഗതന്റെ പേരിൽ നമ്പർ ഓഫ് കേസസ് ഉണ്ട്. അതിൽ അങ്ങനെ നമ്പർ ഓഫ് കേസസ് വെച്ച് ഒരാളെ കാപ്പ ചുമത്താൻ കഴിയും. പക്ഷെ അതിൽ 307 അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ വരണം. മയക്കുമരുന്ന് വിൽപ്പന നടത്തുക, പണം വാങ്ങി കൊട്ടേഷൻ നടത്തുക, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ കാപ്പ ചുമത്താൻ കഴിയൂ. ആ കാപ്പ ചുമത്തുന്നതിന് ഒരു രീതിയുണ്ട്. ഇപ്പോൾ യൂണിഫോമിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ചെന്ന് ഈ കാപ്പ ചുമത്തേണ്ട ആളെ വായിച്ച് കേൾപ്പിച്ച്, അവരുടെ ആ ഇൻറ്റിമേഷൻ വായിച്ച് കേൾപ്പിച്ച് കാപ്പ ചുമത്താൻ പോവുകയാണെന്ന് ബോധ്യപ്പെടുത്തിയ ശേഷമേ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിയമം. കാപ്പ ചുമത്താൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇതൊന്നും പാലിക്കാതെ ഒരു ദിവസം കാപ്പ ചുമത്തുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ വി രാജേഷ് നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് പോലും വീണ്ടും ആഭ്യന്തര സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് കാപ്പ ചുമത്താമെന്ന് വരുന്നു. ഇനിയിപ്പോൾ ബോർഡിലേക്ക് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കോടതിയിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും സുഗതനെ കാപ്പ ചുമത്തുന്ന കാര്യമായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ഉണ്ടായിട്ടുള്ള ഇളവ് ചോദിച്ചിട്ടുണ്ട്, കാപ്പ ബോർഡിനോടും കോടതിയോടും ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ രണ്ടുപേരും ചേർന്ന് നഗരസഭാ ഭരണം അട്ടിമറിക്കാനുള്ള, കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കാനുള്ള നീക്കം. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളന്ന് കേരളം അല്ലെ ലോകം മൊത്തം കണ്ട TV-യിലൂടെ കണ്ടതാണ്. കഴിഞ്ഞ മാസം 17-ാം തീയതി പ്രതിപക്ഷം അതിന്റെ വീട്ടിന്റെ മുന്നിൽ നടന്ന ആക്രമണത്തിന് ശേഷം, ആക്രമിച്ച ശേഷം തൊട്ടടുത്തുള്ള പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നുമാണ് 5 പ്രതികൾ. അതെ, ഈ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസ് എന്ന് പറഞ്ഞാൽ പാളയം മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന്റെയും ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെയും പ്രധാന വരുമാനം മാർക്കറ്റിലെ പിരിവുമാണ്. ഈ പാളയം ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി പിരിച്ചുകൊണ്ടിരുന്ന ആളാണ് പാളയം സന്തോഷ്. ഈ പാളയം സന്തോഷാണ് ഈ ആദ്യത്തെ 10 പ്രതികളിൽ ഒരാൾ. ഈ ED വാഹനം ആക്രമിച്ച് മുന്നിൽ നിന്ന് ആക്രമിച്ച സന്തോഷ് പിടിയിലായിട്ടില്ല. കഴിഞ്ഞ ദിവസം ആറ്റുകാലുണ്ണി. ഈ സന്തോഷാണ് പാളയം മാർക്കറ്റിലെ എല്ലാ പിരിവും നടത്തിക്കൊണ്ടിരുന്നത്. ഈ സന്തോഷ് ഇപ്പോഴാ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ചിരുന്നു. സന്തോഷ് വിദേശത്തേക്ക് കടന്നു ആണ് ഏറ്റവും പുതിയ വിവരം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് സന്തോഷ് ഇവിടുന്ന് മുങ്ങി. ഈ സന്തോഷിന്റെ അടക്കമുള്ള അനധികൃത ഇടപാടുകളാണ് നമ്മുടെ മേയർ രാജേഷും പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ ചേർന്ന് പൊളിച്ചടുക്കിയത് പാളയം മാർക്കറ്റിനത്. അതിനോടുള്ള വിരോധമാണ് ശരിക്കും. തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിലേക്ക് പോകുന്നത്, സുഗതനെ കാപ്പ ചുമത്തുന്നത്, പെട്ടെന്ന് സുഗതനെ ജയിലിലാക്കാനുള്ള ശ്രമം നടത്തുന്നത്. അതിന് സത്യത്തിൽ ആലോചിച്ച് നോക്കൂ, അതിന് രമേശ് ചെന്നിത്തലയുടെ എല്ലാ ആശീർവാദവും ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോക്കൂ, ED പോലുള്ള ഒരു അന്വേഷണ ഏജൻസിയെ ആക്രമിക്കാൻ മുതിർന്ന മുഴുവൻ ആൾക്കാർക്കുമെതിരെ കേസെടുക്കാതെ, അവർക്കെടുത്ത കേസുകളിൽ കൃത്യമായ നിയമ നടപടിയിലേക്ക് അവരെ കൊണ്ടുപോകാതെ, അതിന്റെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് കോടതി പറഞ്ഞിട്ട് പോലും അന്വേഷിക്കാതെ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി നടന്ന വിഷയം നോക്കൂ. ഇന്നലെ വി രാജേഷ് അവിടേക്ക് എത്തുന്നു. മേയർക്ക് മേയറുടെ മുറിയിൽ പ്രവേശിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തോട് എല്ലാവരും പറയുന്ന, പത്രക്കാർ പറഞ്ഞു കൊടുക്കുന്ന മാർഗം പിൻവാതിലൂടെ വരണമെന്നുള്ളതാണ്. അദ്ദേഹം ചോദിക്കുന്നു, പിൻവാതിലൂടെ വരാനല്ലല്ലോ എന്നെ മേയറാക്കിയത്, മുൻവാതിലൂടെ കടന്നു വരാനാണ്, ഞാൻ സ്ട്രൈറ്റ് ആയി വരാനാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം അതിൽ കയറുന്നു, അവിടേക്ക് കയറിയ വഴിക്ക് കിട്ടുന്നവരെ എല്ലാം ഇവർ ഉപദ്രവിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, പോലീസുകാർ അവിടെ ഉള്ളതായിട്ട് കാഴ്ചയിൽ കാണുന്നില്ല, അവിടുത്തെ സെക്യൂരിറ്റികളൊക്കെ ഉള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുമ്പോൾ, അത് ഏത് പ്രശ്നം നടന്നാലും CPM-കാരെ അഴിഞ്ഞാടാൻ, CPM-കാർക്ക് അഴിഞ്ഞാടാൻ അവസരം കൊടുക്കുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് മാത്രമല്ല ഇന്ന് കേസ് എടുത്തിരിക്കുന്നു. അതായത് കാലിന് ഫ്രാക്ചർ പറ്റിയ വി രാജേഷിനെതിരെയാണ് കേസ്. CPM കൊടുത്ത പരാതിയിൽ ഒരു കൗണ്ടർ പരാതി എടുത്തിട്ടുണ്ട് BJP കൊടുത്തത്. പക്ഷേ വി രാജേഷിനെ അടക്കം രാജേഷിന്റെ ഓഫീസിൽ ചെന്ന് മേയറായ ആ ബിൽഡിങ്ങിനകത്ത് രാജേഷിന്റെ ഔദ്യോഗിക മുറിക്കകത്ത് പ്രവേശിക്കാൻ അനുവദിക്കാത്ത അങ്ങനെ തടഞ്ഞ CPM-കാരുടെ പരാതിയിൽ രാജേഷിനെതിരെയാണ് കേസ്. അപ്പൊ രാജേഷ് എന്തായിരുന്നു ചെയ്യേണ്ടത്? CPM തടഞ്ഞപ്പോ അവിടെ പഞ്ചമുച്ച ഉടക്കി മാറി നിൽക്കണമായിരുന്നു. രമേശ് ചെന്നിത്തല പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇന്ത്യ മുന്നണിക്ക് ഇത് കീഴടങ്ങണം എന്നുള്ളതാണോ പറയുന്നത്? യഥാർത്ഥത്തിൽ ഇപ്പോ കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസും CPM-ഉം ഒരുമിച്ചാണ് എന്നുള്ളതാണ്. ഡീൽ ഇപ്പൊ ആരൊക്കെ തമ്മിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം ഡീൽ 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 എന്ന വാക്കുകൾ പുറത്തു വന്നതാണ്. അപ്പോൾ ഡീൽ ആരൊക്കെ തമ്മിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന വി രാജേഷിന്റെ ജനപ്രീതി, വി രാജേഷ് അഴിമതികൾ പൊളിച്ചെടുക്കുന്നത്, CPM-ന് എവിടെയും ഇരിക്കാൻ ഒരു കസേര പോലും കിട്ടാനാകാത്ത അവസ്ഥ,
അങ്ങനെ പല വിഷയങ്ങൾ ഇതുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് CPM-ന്റെയും കോൺഗ്രസിന്റെയും ഭരണകക്ഷിയായ കോൺഗ്രസിന്റെയും ഗുണ്ടായിസമാണ്. അവർ രണ്ടും ചേർന്ന് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇതിന്റെ പിന്നിൽ രമേശ് ചെന്നിത്തലയാണെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കാപ്പ ചുമത്തുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് എ റഹീമിന്റെ പേരിൽ കാപ്പ ചുമത്താത്തത്? 74ഓളം കേസുകൾ പ്രതിയാണ് എ റഹീം. അങ്ങനെയാണെങ്കിൽ കേസുകളുടെ എണ്ണം വെച്ചിട്ട് അതും ഒരു സ്ത്രീയെ വഴി തടഞ്ഞതുൾപ്പെടെ ആ സ്ത്രീയെ ഒരു അധ്യാപികയെ പൂട്ടിയിട്ട് അടക്കമുള്ള കേസുകൾ മുമ്പിൽ നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ കാപ്പ ചുമത്തേണ്ട കേസിൽ പ്രതികളായിട്ടുള്ള സമാന കേസുകൾ പ്രതിയായിട്ടുള്ള സുഗതന്റെ ഞാൻ FIR ഒക്കെ ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില കേസുകളൊക്കെ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ അത്തരത്തിലെടുത്തിട്ടുണ്ട്. പോലീസ് എടുക്കുന്ന കേസുകളിൽ പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ ആക്രമിച്ചു, പോലീസ് എടുക്കുന്ന സ്വമേധ എടുക്കുന്ന പരാതിക്കാരില്ലാത്ത എടുക്കുന്ന കേസുകൾ കാപ്പ ചുമത്താൻ പാടുള്ളതല്ല. അപ്പോൾ ആ കേസുകളെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് കാപ്പ ചുമത്തിക്കൊണ്ട് ഈ ഭരണം അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അതിൽ നിന്നും കോടതിയിലേക്ക് ഈ വിഷയങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോൾ സുഗതനെ പല കേസുകളിലും പെടുത്തിയിട്ടുണ്ട് എന്ന്, പക്ഷേ ഗൗരവത്തോടെ സുഗതൻ ആദ്യം എനിക്ക് തോന്നുന്നില്ല സുഗതൻ അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. പക്ഷേ ആദ്യമേ കേസ് കൊടുക്കുമ്പോൾ സുഗതനെ കരുവാക്കി ഭരണം അട്ടിമറിക്കാൻ വി രാജേഷാണ് അവരെ താഴെ ഇറക്കാനായിട്ടുള്ള CPM-ന്റെ ശ്രമമാണെന്നുള്ളത് ആദ്യമൊന്നും മനസ്സിലാക്കില്ല. പക്ഷെ സുഗതനെതിരെ കാപ്പ ചുമത്തി സുഗതൻ ഒരിക്കലും ഇറങ്ങി വരാതിരിക്കുക, അപ്പോഴേക്കും SP കൊടുത്ത ആ സത്യപ്രതിജ്ഞ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസ് അതിൽ വിധി വരും. വിധി അതിൽ തന്നെ ആലോചിച്ച് നോക്കൂ. ഈ കേസിന്റെ ഇവർ പറയുന്നത് 20 കൗൺസിലർമാരെ അയോഗ്യരാക്കിയെന്നാണ്. കൗൺസിലർമാരെ അയോഗ്യരാക്കിയിട്ടില്ല, അവരുടെ സത്യപ്രതിജ്ഞ മാത്രമേ. ഞാൻ അത് വായിച്ചു നോക്കിയതാണ്. LLBക്ക് പോയി എന്ന് അവകാശപ്പെടുന്നത്, LLBക്ക് ചുമ്മാതെ പള്ളിക്കൂടത്തിന്റെ വാതിൽ പോയിട്ടുള്ള ഒരു ശിവൻകുട്ടിയുണ്ട്, LLBക്ക് പോയെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല. LLBക്ക് പോയി എന്ന് പറയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ പരീക്ഷ പാസ് ചെയ്തെങ്കിലും വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ഉണ്ടാവണം. ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ശിവൻകുട്ടിയുടെ അറിവിനെ സംബന്ധിച്ച് നമുക്കറിയാം. എങ്കിലും ആരെ കൊണ്ടെങ്കിലും ഒന്ന് വായിപ്പിച്ച്, കുറഞ്ഞ പക്ഷം ആ പാർവതിയെ കൊണ്ടെങ്കിലും ഒന്ന് വായിപ്പിച്ച് നോക്കിയാൽ, പാർവതി ചേച്ചി വായിച്ചാൽ ചിലപ്പോൾ പാർവതി ചേച്ചിക്ക് മനസ്സിലാവുമായിരിക്കും, ഒന്ന് വായിപ്പിച്ച് നോക്കിയാൽ നന്നായിരിക്കും എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് 20 കൗൺസിലർമാരെ അയോഗ്യരാക്കിയെന്ന. കൗൺസിലർമാരെ അയോഗ്യരാക്കിയിട്ടില്ല. കൗൺസിലർമാർക്ക് അവർ ചെയ്ത പ്രവർത്തികൾക്ക് മുൻകാല പ്രാബല്യം ഉണ്ടാകുമെന്ന് ആ വിധിയിൽ പ്രത്യേകം പറയുന്നുണ്ട്. അതായത് പ്രവർത്തികൾ നഷ്ടപ്പെടില്ല അവർ പറഞ്ഞത്, അവർക്ക് അതിന് മുൻകാല പ്രാബല്യമുണ്ട്. ആ ഒരു പ്രോസസ് മാത്രമാണ്. ആ പ്രോസസ് അനുസരിച്ച് യഥാർത്ഥത്തിൽ ഇവിടെ വിജയിച്ചത് BJP തന്നെയാണ്. കാരണം ആ പ്രോസസ് അനുസരിച്ച് കോടതിയിൽ പോകുമ്പോൾ ശരിയാണ്, അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. പല ദൈവങ്ങളുടെയും പേരിൽ ദൃഢനിശ്ചയത്തിൽ അല്ലെങ്കിൽ ദൈവനാമത്തിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു, അല്ലെങ്കിൽ ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് അങ്ങനെയാണെങ്കിൽ അവിടെ ബാധകമായ മറ്റൊരാളുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു കൗൺസിലർ അള്ളാഹുവിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. SP ദീപക് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, അള്ളാഹുവിനെ ദൈവമായി കോടതി പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോ ഗണപതി മിത്തും അള്ളാഹു ദൈവമാണെന്ന് ഏത് കോടതിയാണ് പറഞ്ഞിട്ടുള്ളത്? CPM-ന്റെ ദീപകിന്റെ കോടതിയാണ്. അതെ, അപ്പൊ അതാണ്. അപ്പൊ അള്ളാഹു മിത്തും അതുകൊണ്ടായിരിക്കും ചിലപ്പോ അള്ളാഹു പിന്നെ ദൈവമാണ് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്, കോടതി അംഗീകരിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ദീപകിന്റെ വാദം. എനിക്ക് തോന്നുന്നു അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ കുഞ്ഞാലിക്കുട്ടി എങ്ങനെയാണ്, എനിക്ക് തോന്നുന്നു കുഞ്ഞാലിക്കുട്ടി അള്ളാഹുവിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു BJP-ക്കെതിരെയുള്ള ഒരു നീക്കം മാത്രമാണ്. ഇപ്പോൾ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കോടതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കോടതിയാണ് ഇക്കാര്യത്തിൽ ഇത്തരം CPM-ന്റെ ഈ ഗുണ്ടായുസവും കോടതി വ്യവഹാരങ്ങളിലേക്ക് നിരന്തരം വലിച്ചഴിക്കപ്പെടുന്ന രീതിയുമൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കമാണെന്നാണ് തോന്നുന്നത്. അവിശ്വാസ പ്രമേയം കൊണ്ടുവരണമെങ്കിൽ രണ്ടുപേരും കൂടി വരണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സുഗതൻ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ 50-50 ടൈൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് എന്ന് തോന്നുന്നു അവിശ്വാസ പ്രമേയം കൊണ്ടുവരണമെന്ന് പറയാനുള്ള കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതിൽ നിന്ന് വ്യക്തവും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ മുന്നണിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് എന്നാണ്. കേരളത്തിലെ തിരുവനന്തപുരത്തെ നഗരസഭാ ഭരണം അട്ടിമറിക്കാൻ, കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കാനുള്ള നീക്കം നടത്തുന്ന ഇന്ത്യ മുന്നണിയാണ്. അതിന് രമേശ് ചെന്നിത്തലയുടെ പരോക്ഷ സഹായം കൂടി കേസുകളുമായി ബന്ധപ്പെട്ടും മറ്റുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഉണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJP ഭരണം അട്ടിമറിക്കേണ്ടത് ഇപ്പോൾ ഏറ്റവും വലിയ ആവശ്യമായി നിൽക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്കാണ്. അതിനുള്ള ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് രമേശ് ചെന്നിത്തലയാണോ എന്ന് ജനങ്ങൾ സംശയിച്ചാൽ പോലും അതിൽ തെറ്റു പറയാൻ കഴിയില്ല.